നമുക്ക് അടുത്തൊരു പ്രോബ്ലം നോക്കാം. ഈ പ്രോബ്ലത്തിൽ ആദ്യക്ക് ഒരു ഇൻറ്റീജർ വേരിയബിൾ നമ്പർ പറഞ്ഞിട്ടൊരു വേരിയബിൾ നമുക്ക് ക്രിയേറ്റ് ആക്കിയിട്ടുണ്ട്. ആ വേരിയബിളിൽ നമ്മൾ എന്താ സ്റ്റോർ ചെയ്തിട്ടുള്ളത്? 5 ആണ് സ്റ്റോർ ചെയ്തിട്ടുള്ളത്. അതിൻ്റെ അകത്ത് അതിന് ശേഷം if of num ലെസ് ദാൻ 0, അതിനുശേഷം സെമിക്കോളൻ ഉണ്ട്. ഇതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. if of num ലെസ് ദാൻ 0 സെമിക്കോളൻ. അതിന്റെ അർത്ഥം പറഞ്ഞാൽ if num ലെസ് ദാൻ 0 അതിനുശേഷം empty if, അതായത് അതിന്റെ അകത്തൊന്നും നമ്മൾ സ്റ്റേറ്റ്മെന്റ്സ് ഇല്ല. ഇതാണ് ഇതിന്റെ അർത്ഥം. സെമിക്കോളൻ ഇഫിന്റെ കണ്ടീഷൻ കൊടുത്തിട്ട് തൊട്ട് ആ ലൈനിൽ തന്നെ സെമിക്കോളൻ കൊടുത്തു കഴിഞ്ഞാൽ അതിന് താഴെയുള്ള ഈ ഒരു സെന്റൻസ് ഈ ഇഫായിട്ട് ബന്ധം ഉണ്ടാവില്ല. അപ്പൊ ഈ ഒരു സെന്റൻസ് എപ്പോഴും പ്രിന്റ് ചെയ്യും. ഈ ഇഫ് കണ്ടീഷൻ ട്രൂ ആണെങ്കിലും ട്രൂ അല്ലെങ്കിലും ഈ ഒരു സെന്റൻസ് ഇതായിട്ട് ബന്ധമില്ല. അതായത് ഇങ്ങനെയാണെങ്കിൽ if num ലെസ് ദാൻ 0 അതിനുശേഷം സെമിക്കോളൻ ഉണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ഇങ്ങനെയായിരിക്കും. കേട്ടോ, ഇങ്ങനെയായിരിക്കും അതിന്റെ അർത്ഥം. കണ്ടീഷൻ ഉണ്ട്, അതിന്റെ അടിയിൽ ഇഫായിട്ട് ബന്ധപ്പെട്ട ഒരു സ്റ്റേറ്റ്മെന്റ്സും ഇല്ല. അതാണ് ഇതിന്റെ അർത്ഥം. ശരിക്കുള്ള ഇഫിന്റെ കണ്ടീഷൻസ് പറഞ്ഞാൽ ഇഫ് കൊടുക്കും, അതിനുശേഷം കണ്ടീഷൻ, എന്തെങ്കിലും കണ്ടീഷൻ ചെക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ കണ്ടീഷൻ കൊടുക്കും. കണ്ടീഷൻ കൊടുത്തതിന് ശേഷം അതിന് താഴെയാണ് സ്റ്റേറ്റ്മെന്റ്സ് പ്രൊവൈഡ് ചെയ്യുക, ഈഫിന്റെ കണ്ടീഷൻ. പക്ഷെ ഇതിന് പകരം നമ്മൾ ഈഫിന്റെ ശേഷം കണ്ടീഷൻ കൊടുത്തു, തൊട്ട് അപ്പുറത്ത് തന്നെ സെമിക്കോളൻ കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ മീനിങ് ഇങ്ങനെയാണ്. അപ്പൊ നമുക്ക് ഇതിൽ ഇവിടെ ശരിക്കും ചെക്ക് ചെയ്യുന്നത് എന്താ? 5 ലെസ് ദാൻ 0 കണ്ടീഷൻ തെറ്റാണ്. പക്ഷെ അതിന് താഴെ സ്റ്റേറ്റ്മെന്റ്സ് ഒന്നും ഇല്ല. ആ ഇഫ് അവിടെ തന്നെ അവസാനിച്ചു. അപ്പൊ ഈ ഒരു സെന്റൻസ് എപ്പോഴും പ്രിന്റ് ചെയ്യും, നമ്പർ ഇസ് ഗ്രേറ്റർ ദാൻ 5. പിന്നെ അടുത്ത പ്രിന്റ് ഓഫ് പ്രോഗ്രാം ടെർമിനേറ്റഡ്. ഇതിന്റെ ഔട്ട്പുട്ട് പറഞ്ഞാൽ ഈ ഒരു സെന്റൻസ് പ്രിന്റ് ചെയ്യും, പിന്നെ ന്യൂ ലൈൻ, അതിനാണ് സ്ലാഷ്. പിന്നെ പ്രോഗ്രാം ടെർമിനേറ്റഡ് പ്രിന്റ് ചെയ്യും, അതിനുശേഷം വീണ്ടും ന്യൂ ലൈൻ. ഇതിന്റെ ഔട്ട്പുട്ട് ജസ്റ്റ് ചെക്ക് ചെയ്യണമെങ്കിൽ പ്രോഗ്രാം ഓൺലൈൻ സി കമ്പൈലർ എഴുതിയതിനു ശേഷം ജസ്റ്റ് റൺ ചെയ്ത് നോക്കി. അപ്പൊ നമുക്ക് ഔട്ട്പുട്ട് കിട്ടും, നമ്പർ ഇസ് ഗ്രേറ്റർ ദാൻ 5, പ്രോഗ്രാം ടെർമിനേറ്റഡ്. ഞാൻ ഈ ഒരു സെമിക്കോളൻ ഒഴിവാക്കി. അതിനുശേഷം ഈ പ്രോഗ്രാം ചെക്ക് ചെയ്യുകയാണെങ്കിൽ ഈ ഈഫിന് തൊട്ട് താഴെ ഈ ഒരു പ്രിന്റ് ഓഫ് ഈ ഈഫിന്റെ സ്റ്റേറ്റ്മെന്റ് ആയിട്ടായിരിക്കും ഉണ്ടാവും. അപ്പൊ അതിക്ക് ഈ കണ്ടീഷൻ ചെക്ക് ചെയ്യും, 5 ലെസ് ദാൻ 0 കണ്ടീഷൻ ഫോൾസ് ആണ്, 5 0 ഒക്കെ വലുതാണ്. അപ്പൊ ഈ കണ്ടീഷൻ ഫോൾസ് ആയിരിക്കും. അപ്പൊ ഇതിൽ ഈ ഒരു പ്രിന്റ് ഓഫ് മാത്രമേ പ്രിന്റ് ചെയ്യൂ, എന്താ പ്രോഗ്രാം ടെർമിനേറ്റഡ് മാത്രമേ പ്രിന്റ് ആവുള്ളൂ. കണ്ടാ, പ്രോഗ്രാം ടെർമിനേറ്റഡ് മാത്രമേ പ്രിന്റ് ആവുള്ളൂ. ഞാൻ ഈ ഇഫിന്റെ അവിടെ സെമിക്കോൺ ഇട്ടു, അതിനുശേഷം ഇവിടെ 2 ബ്രാക്കറ്റ് ഇട്ടു. അപ്പൊ നമ്മൾ പെട്ടെന്ന് കാണുമ്പോൾ ഈ രണ്ട് സ്റ്റേറ്റ്മെന്റ് ഈഫിന്റെ ആയിരിക്കും. പക്ഷെ ഇവിടെ സെമിക്കോൺ ഉള്ളതുകൊണ്ട് ഈ 2 സ്റ്റേറ്റ്മെന്റ് ഈഫിന്റെ അല്ല. ഈ ഈഫിന്റെ സ്റ്റേറ്റ്മെന്റ്സ് അല്ലാതെ ഇവിടെ തന്നെ അവസാനിച്ചു. സെമിക്കോൺ ഇട്ട് കഴിഞ്ഞാൽ അതിന്റെ മീനിങ് എന്താണ്? ഇങ്ങനെയാണ്. ഈ ഒരു ഈഫിന്റെ അർത്ഥം പറഞ്ഞാൽ ഈഫ് കണ്ടീഷൻ, അതിനുള്ളിൽ സ്റ്റേറ്റ്മെന്റ്സ് ഒന്നുമില്ലാത്ത എംപ്റ്റി ഈഫ്, അതായത് ഈഫിന്റെ അകത്ത് ഒന്നുമില്ല. അതാണ് അതിന്റെ അർത്ഥം. ഈ 2 സെന്റൻസും പ്രിന്റ് ആവും. കാരണം ഇവിടെ ഈ കണ്ടീഷൻ ചെക്ക് ചെയ്ത് കഴിഞ്ഞ ശേഷം ഈ 2 പ്രിന്റ് എഫ് ഈ ഈഫ് ആയിട്ടൊരു ബന്ധമില്ല. അപ്പൊ ഇത് എപ്പോഴും പ്രിന്റ് ചെയ്തുകൊണ്ടിരിക്കും. കേട്ടോ, നമ്പർ ഇസ് ഗ്രേറ്റർ ദാൻ 5, പ്രോഗ്രാം ടെർമിനേറ്റഡ്. ഈ സെമിക്കോൺ ഞാൻ ജസ്റ്റ് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഇഫ് കണ്ടീഷൻ ഫോൾസ് ആയിരിക്കും. കാരണം 5 ലെസ് ദാൻ 0 ചെക്ക് ചെയ്ത് കഴിഞ്ഞു. 5 ലെസ് ദാൻ 0 ഫോൾസ് ആണ്. 5 എപ്പോഴും 0 ഒക്കെ ഗ്രേറ്റർ ആണ്. അപ്പൊ ഈ ഇഫിന്റെ അകത്തേക്ക് പോകില്ല, ഈ 2 സെന്റൻസും പ്രിന്റ് ആവില്ല. ഞാൻ ജസ്റ്റ് റൺ ചെയ്ത് നോക്കി, റൺ ചെയ്യാൻ വേണ്ട, ഒന്നും പ്രിന്റ് ആവില്ല.